രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം. കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടുകൾക്കെതിരെ ബി ജെ പി കോർ കമ്മിറ്റിയിൽ തുറന്നടിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരനും. രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറി എസ് സുരേഷും അനൂപ് ആൻ്റണിയും ചേർന്ന കിച്ചൺ ക്യാബിനറ്റാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിന് കാരണമെന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും തുറന്നടിച്ചു. നിയമസഭാ നേതാവായി രാജീവ് ചന്ദ്രശേഖറെ തിരഞ്ഞെടുക്കുന്നതിൽ ഭൂരിഭാഗം അംഗങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒടുവിൽ നിയമസഭാ കക്ഷി നേതാവായി വി മുരളീധരനെ തിരഞ്ഞെടുത്തു. രാജീവ് ചന്ദ്രശേഖറിന് നിയമസഭാ കക്ഷി നേതാവാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. മലയാളം സംസാരിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർക്കുള്ള വൈഷമ്യം, ഒരാൾ 2 പദവി വഹിക്കുന്നതിലുള്ള തടസ്സം ഒക്കെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മുതിർന്ന ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ ശക്തമായ വിമർശനമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നു. ഈ 2 മണ്ഡലങ്ങളിലും 2020 സീറ്റ് നൽകുകയായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തതെന്ന് സി കെ പി തുറന്നടിച്ചു. തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും 2020 നൽകിയത് ബലിദാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ബി ജെ പിയിൽ വരാൻ പോകുന്ന ഉരുൾപൊട്ടലിൻ്റെ സൂചനയാണ് ഇത്. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. വിമർശനങ്ങൾക്ക് അതീതനായ നേതാവാണ് താനെന്നൊരു തോന്നൽ രാജീവ് ചന്ദ്രശേഖർ വരുത്തി വച്ചിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതം ഒക്കെയാണ് ഇന്ന് കോർ കമ്മിറ്റിയിൽ ഉയർന്നത്. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വിമർശനം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരാ, നേരത്തെ തന്നെ മണ്ഡലം ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ മണ്ഡലം ശ്രദ്ധിക്കുന്നതിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും പരാജയപ്പെട്ടു എന്ന ആരോപണം ശക്തമായിരുന്നു കോർ കമ്മിറ്റി. രാജീവ് ചന്ദ്രശേഖറും എസ് സുരേഷും അനൂപ് ആൻ്റണിയുമാണ് ഇപ്പോൾ ബി ജെ പിയെ നിയന്ത്രിക്കുന്നത്. ഈ 3 സംഘം ബി ജെ പിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും തുറന്നടിച്ചു. ഇവരുടെ ഇഷ്ടപ്രകാരമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അല്ലെങ്കിൽ 10 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. 2020 ബി ജെ പിയുടെ ഭാഗമായത് കോൺഗ്രസിന് വേണ്ടിയാണോ എന്ന ആരോപണവും ഉയർന്നു. 2020 വാരിക്കോരി സീറ്റുകൾ നൽകിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി. എൻ ഡി എയുടെ ഘടകകക്ഷി എന്ന നിലയിൽ 2020 ശക്തി മനസ്സിലാക്കുന്നതിൽ ബി ജെ പി നേതൃത്വം പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു. സാബു എം ജേക്കബ് പറഞ്ഞത് അനുസരിച്ച് അദ്ദേഹത്തിന് സീറ്റുകൾ വാരിക്കോരി നൽകി. ബി ജെ പിയുടെ നേതാക്കളെ അവിടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയിരുന്നെങ്കിൽ ഇത്ര കനത്ത പരാജയം നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ ഇറങ്ങിയത് വലിയ അബദ്ധമായി മാറി എന്ന ആരോപണവും ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖറുടെ ഭൂരിപക്ഷം കുറയാൻ കാരണം അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള അടുപ്പമില്ലായ്മയാണ്, അല്ലെങ്കിൽ ജനങ്ങളോട് ഇഴചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവുകേടാണ് എന്ന ആരോപണവും ഉണ്ടായി. ബി ജെ പി കിച്ചൺ ക്യാബിനറ്റായി, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി കിച്ചൺ ക്യാബിനറ്റായി മാറിയിരിക്കുന്നു. അനൂപ് ആൻ്റണിയും ജനറൽ സെക്രട്ടറി എസ് സുരേഷും
രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതൊക്കെയാണ് കോർ കമ്മിറ്റിയിൽ ഉണ്ടായ വിമർശനം. നിയമസഭാ കക്ഷി നേതാവായി വി മുരളീധരനെ തിരഞ്ഞെടുത്തത് രാജീവ് ചന്ദ്രശേഖർക്ക് കനത്ത തിരിച്ചടിയാണ്. ഔദ്യോഗിക പക്ഷത്തിന് രാജീവ് ചന്ദ്രശേഖറെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം.